നിയമസഭയെ ഞെട്ടിച്ച് നയപ്രഖ്യാപനത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഖണ്ഡിക മാത്രം വായിച്ചു ഗവർണർ. 1 മിനിറ്റ് 17 സെക്കൻഡിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസംഗം അവസാനിപ്പിച്ചു. രാഷ്ട്രത്തെ നിലനിർത്തിയത് സഹകരണ ഫെഡറലിസമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഖണ്ഡികയാണ് ഗവർണർ വായിച്ചത്. ഈ സഭയെ അഭിസംബോധന ചെയ്യുന്നത് അഭിമാനകരമെന്ന് പറഞ്ഞാണ് ഗവർണർ തന്റെ പ്രസംഗം ആരംഭിച്ചത്. അവസാന ഖണ്ഡിക മാത്രമാണ് വായിക്കുന്നതെന്നും ഗവർണർ ആദ്യമേ അറിയിച്ചിരുന്നു. അതേസമയം ഗവർണറുടെ അസാധാരണ നടപടിയിൽ സ്പീക്കർ അമ്പരപ്പ് പ്രകടിപ്പിച്ചു. രാജ്ഭവനിൽ നിന്ന് നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്നാണ് സ്വീകരിച്ചത്. രാഷ്ട്രത്തെ നിലനിർത്തിയത് സഹകരണ ഫെഡറലിസമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഖണ്ഡികയാണ് ഗവർണർ വായിച്ചത്. അതിന് ശോഷണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പ്രസംഗത്തിനിടെ എന്റെ സർക്കാർ എന്ന് പറയാൻ അദ്ദേഹം കൂട്ടാക്കിയില്ലെന്നും അതേസമയം ഒരു ഖണ്ഡിക മാത്രമേ വായിച്ചുള്ളൂവെങ്കിലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിയമപ്രശ്നമില്ലെന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ഒരു വരി മാത്രം വായിച്ചാൽ പോലും പ്രസംഗത്തിന് സാധുതയുണ്ടെന്നാണ് അറിയിപ്പ്. എന്നാൽ ഗവർണറുടെ നടപടിയെ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,